ചങ്കകളെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയാന്ന്, ഒരു രക്ഷയിലായിരുന്നു. പിള്ളമാർ സ്കൂളിൽ കൊണ്ടുവന്ന കൊടിയെടുത്തിട്ടായിരുന്ന സ്ഥലം വിട്ടിയാന്ന്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, അതുപോലെയുള്ള വാർത്തകളല്ലേ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മക്കളും ജയിലിൽ പോകാണ്ട് ഏതായാലും തൽക്കാലം കഴിച്ചലായിട്ടുണ്ട്. കാര്യം പറയൊന്നുമല്ല, 66 ലക്ഷം രൂപയാണ് മോഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. അതായത് ഈ 3 എണ്ണം കൂടി വന്നിട്ട് 66 ലക്ഷം രൂപ. ഞാൻ അന്നും ഇന്നും പറയുന്നത് കൃഷ്ണകുമാറിൻ്റെ പിന്നെ എന്താ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അയാളുടെ ബാക്കി പ്രവൃത്തികളോ അതുപോലെ അഹങ്കാരത്തോടുള്ള സംസാരങ്ങളോ, കൃഷ്ണകുമാറിൻ്റെ മക്കളും അഹങ്കാരികൾ തന്നെയാണ് ഉള്ള കാര്യം പറയുന്നത് എന്താ. പക്ഷേ ഈ ഒരു കേസിൽ ഒരിക്കലും നമുക്ക് മറ്റവരുടെ കൂടെ നിൽക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൃഷ്ണകുമാറിനെതിരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ ഏറ്റെടുക്കാനുണ്ടാകും. കൃഷ്ണകുമാറിനെ എല്ലാവരും നോക്കി നിൽക്കുന്നതാണ് എന്ന് ആരോ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒതുക്കി തീർക്കാവുന്ന ഒരു കേസ് ഇവർ തന്നെ കൊണ്ടുപോയിട്ട് വെളിയിലിട്ടതെന്ന് എനിക്ക് തോന്നുള്ളൂ. ഈ ഒരു കാര്യത്തിൽ കൃഷ്ണകുമാറും മക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഭയങ്കരമായിട്ട് ഇവരെ സഹായിക്കാൻ നോക്കിയിട്ടുണ്ട്. അതായത് ഇവർക്ക് കുറച്ച് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയതാണെങ്കിൽ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തു തീർക്കാം, ഇല്ലെങ്കിൽ കുറച്ച് പൈസയെങ്കിലും നിങ്ങൾ തന്നിട്ട് ഒത്തു തീർക്കൂ എന്നുള്ള തരത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇവരെ ആരോ പോയിട്ട് തെറ്റിദ്ധരിപ്പിച്ചു. എന്താ പറഞ്ഞത്? മക്കളെ അതിനൊന്നും നിൽക്കരുത്, ജാതിക്കാട് ഇറക്കിക്കളാ. എന്ത് തെണ്ടിത്തരം കഴിഞ്ഞാലും നമുക്ക് ജാതിക്കാടങ്ങ് ഇറക്കി, നമ്മൾ ആ മുക്കുമെന്ന് വിളിച്ചു അല്ലെങ്കിൽ മറ്റുള്ളത് വിളിച്ചു എന്നൊക്കെ പറ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളൊന്നും കൃഷ്ണകുമാറിൻ്റെ ഭാഗത്ത് വെക്കൂല. അപ്പളേക്കല്ലേ ദിയാന്നിങ്ങ് അടുത്ത പൊട്ടിക്കൽ പൊട്ടിച്ചത്. എൻ്റെ അമ്മ ഈഴവത്തിയാണ്, അതുപോലെ എൻ്റെ അച്ഛൻ നായരാണ്, എൻ്റെ ഭർത്താവ് ബ്രാഹ്മണനാണോ, ഞങ്ങളോടാണോ നിങ്ങൾ ഈ ജാതിൻ്റെ കാര്യം പറയുന്നത്? അതുമാത്രവുമല്ല, ഈ കള്ളത്തിമാരിൽ ആരോ ക്രിസ്ത്യാനികളുണ്ട് അങ്ങനെ എന്തോ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ പൊളിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയായിരുന്നു ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഫ്രോഡ് തരം നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇതുപോലെയുള്ള കള്ളത്തിമാർ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ശമ്പളം തരുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം നിലനിർത്താനാണ് നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത്. അല്ലാതെ ഇവരെ പോലെയുള്ള നാലാംകിട ഇത് ചെയ്യരുത്. അതായത് അവിടെയുള്ള പണം മുഴുവൻ മോഷ്ടിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അഹാന കൃഷ്ണൻ ഇങ്ങനെ ചോദ്യം ചെയ്യൽ. അഹാന ആരാ? പോലീസാ. അഹാന ചോദ്യം ചെയ്തത് എന്താണ്? തൻ്റെ അനുജത്തിക്ക് ഒരു ഇത് പറ്റിപ്പോയി. അതായത് ഈ ലോണും കാര്യങ്ങളും ഇതൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ തുടങ്ങിയപ്പോഴേ അവരുടെ കുറച്ച് പൈസ പോയപ്പോൾ അവർ ചോദ്യം ചെയ്തു. ഞങ്ങളൊക്കെ ആണെങ്കിൽ ചോദ്യമല്ല ചെയ്യുക, ഞങ്ങളൊക്കെ ചോദ്യമാണോ ചെയ്യുക? നമ്മുടെയൊക്കെ 10 ഉറുപ്പ്യ ഇല്ലെങ്കിൽ ഒരു 5 ഉറുപ്പ്യ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ചോദ്യമാണോ ചെയ്യുക? ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല. പക്ഷെ ഇവർ വളരെയധികം ഇത് നിങ്ങൾ എടുത്തോ, സമ്മതിച്ചോ, അതുപോലെ ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അത് ഞങ്ങൾ എടുത്തു ജയിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം വന്നിട്ട് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ആ കണ്ണടിയിട്ട് ഒരു സ്ത്രീ അതാ എൻ്റെ മോനെ സമ്മതിക്കണോളാട്ടാ. എന്തൊരു വർത്താനാണ് അതിൻ്റെ അകത്ത് വന്നിട്ട്. അതായത് ഇവരെന്താ വിചാരിച്ചറിയാം, ഇതങ്ങ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെ പൊങ്കാലയും ഞങ്ങൾക്ക് സ്വീകരണവുമായിരിക്കും അവർ വിചാരിച്ചത്. പക്ഷേ എൻ്റെ പൊന്നു മക്കളെ, ഇതിൻ്റെയൊക്കെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ ചെന്നാൽ കിട്ടുന്നതാണ്. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ ആരുടെ നിർദ്ദേശം, ആരുടെ മണ്ടത്തരം കേട്ടിട്ടാണ് ഇവർ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടതെന്ന് അറിയില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കുടുംബങ്ങളും നാറി കുത്തുവാളെടുത്തിരിക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല, അച്ഛനമ്മമാർക്ക് വെളിയിലിറങ്ങാൻ കഴിയില്ല, ഭർത്താക്കന്മാർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. എവിടെ എത്തിക്കഴിഞ്ഞാലും കള്ളൻ്റെ ഭർത്താവല്ലേ എന്നുള്ള പേര്, കള്ളൻ്റെ മകളല്ലേ, കള്ളൻ്റെ മകനല്ലേ എന്നുള്ള പേര് വേറെ, കള്ളത്തിൻ്റെ അച്ഛനും അമ്മയല്ലേ എന്നുള്ള പേര് വേറെ. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ നാറി കുത്തുവാളി എടുത്തു. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇതായിരുന്നു. അതായത് എല്ലാവരും ഞങ്ങളുടെ കൂടെയാണ്, ഏതായാലും കൃഷ്ണകുമാറിനെതിരെ കുറേ ആരോപണങ്ങൾ ഉന്നയിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ ചീട്ട് കൊട്ടാരം പോലെയല്ലേ ഇത് പൊളിഞ്ഞു വീണത്. പക്ഷേ ഈ ഒരു കേസ് തെളിയാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ജാതിക്കാട്ടിൽ വിശ്വസിക്കുന്നേയില്ല. അതായത് എന്ത് ചെയ്തു കഴിഞ്ഞാലും ജാതി അത് എടുക്കരുത്, ഒരു മനുഷ്യന്മാരും അത് എടുക്കരുത്. ജാതീയമായിട്ടൊന്നും ഇവിടെ പെരുമാറരുത് ആരും. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരേ ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവിടെ പിടിച്ചു കഴിഞ്ഞാലും തുണിവൊക്കെ കാണിച്ചിട്ട് എടുത്തിട്ടും ജാതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജാതി കാർഡൊന്നും ഇവിടെ ആരും എടുക്കരുത്. ഏതായാലും ആ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ ഗൾഫിലെല്ലാം എൻ്റെ പണിയെല്ലാം മിക്കവാറും പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ലക്ഷവും 1 ലക്ഷം അതുപോലെ നാട്ടിലേക്ക് അയക്കുന്നത്. അറബി കൃത്യമായിട്ട് ഇത് കേട്ടിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളി അറബിയോട് പോയിട്ട് പറയും, എന്താ ഇവൻ്റെ ഭാര്യ തന്നെ പറയുന്നുണ്ട് ഇരുന്ന് പൈസ അയച്ചു കൊടുക്കുന്നത്. ഏത് ശമ്പളം ഏതോനാന്ന് അതാ ഞാൻ ആലോചിക്കുന്നത്. ഓൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ലോ. ലേബറാന്ന് പറയുന്നുണ്ട്, എന്നിട്ടും ഓൻ അയച്ചു കൊടുക്കുന്നത് 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്ത്രീ തന്നെ വന്ന് പറയുകയാണ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ പറഞ്ഞു കൊടുത്തു ഭർത്താവ് അയക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ മതി,
അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അയക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ മതിയെന്ന്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ഈസിയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുകയും ചെയ്തു, ഇപ്പോഴാണെങ്കിൽ കൃത്യമായിട്ട് നാറുകയും ചെയ്തു. ഏതായാലും ഇന്നലെ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറും ടീമും നല്ല രീതിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് 65 ലക്ഷം രൂപ പോയതൊന്നുമല്ല അവർക്ക് പ്രശ്നം. അവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുടുംബം മുഴുവൻ ജയിലിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, കാരണം വെച്ചാൽ കൃഷ്ണകുമാറിന് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൃഷ്ണകുമാറിനെ പൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും നിൽക്കുന്നതാണ്, ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതായാലും ഈ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് അവരെ അങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം കള്ളന്മാർക്ക് നമ്മൾ ചൂട്ട് പിടിക്കാൻ പറ്റൂല. അതിന് സ്വന്തം തന്തയായാലും ശരി, ആരായാലും ശരി, കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ചാനലും കൂട്ടിയേക്കത്തില്ല. കാരണം അത് ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്, ആരായി കഴിഞ്ഞാലും. ഇനിയിപ്പോഴും നമ്മളെ സ്വന്തം വേണ്ടപ്പെട്ട ഒരുത്തം പോയിട്ട് കട്ട് വന്നു കഴിഞ്ഞാലും ഓനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന പരിപാടി എന്ന് പറയുന്ന ഒരു ഇതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്ത്രീകൾ 3 പേരെന്ന് പറഞ്ഞാൽ ഇനി ഐറ്റകൾക്ക് എവിടെയും ജോലിയും കൊടുക്കരുത്, എവിടെയും ജോലിയും കിട്ടരുത്. അവറ്റകൾ ഇനിയില്ലേ ഇതുപോലെ നാണം കെട്ടിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജീവിക്കണം. ഇനി ജീവൻ ഉള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ ഇവറ്റകൾക്ക് ഈ നാണക്കേട് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവറ്റകളുടെ നാട്ടുകാർ ആരും ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചോ. വല്ല കല്യാണത്തിനും അതിനും ഇതിനൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് മോഷണം പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ്, അതായത് ഇവിടുന്ന് മാല മോഷ്ടിച്ചു, അല്ലെങ്കിൽ സ്വർണം മോഷ്ടിച്ചു, സ്വന്തം വീട്ടിൽ നിന്ന് 14.5 പവൻ മോഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. നമ്മളൊക്കെ സംശയിച്ചിരിക്കും. പക്ഷേ ഇതുപോലെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും, ഇതുപോലെയുള്ള സ്ത്രീകൾ ഉണ്ടാകും. കാരണം യാതൊരു മടിയുമില്ലാതെ കളവ് കളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിമിനലാണ് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ മൈൻഡുള്ളവരാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ വളരെ സൂക്ഷിച്ചിട്ട് വേണം. നാട്ടുകാരോട് പറയുകയാണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ അടിയെ വലിച്ചിട്ടങ്ങ് പോവുകയും ചെയ്യും. നിങ്ങളിങ്ങനെ മുകളിലോട്ടൊക്കെ നിൽക്കേണ്ടി വരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കട്ടിട്ടാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം പറയും, അയ്യോ എന്നെ കയറി പിടിച്ചേ, എൻ്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകൾ വേറെയും. അതൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിന് നല്ല അടി കിട്ടീന്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതൊരു അടി തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ കൊണ്ടുപോയി കൊടുത്ത പരാതി, അവരെ വസ്ത്രം പിടിച്ചു, അതുപോലെ തന്നെ അവരോട് പലതും ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, 10-60 ലക്ഷം രൂപ പോയിട്ടും ആ മനുഷ്യൻ ഇങ്ങനെയല്ലേ പെരുമാറിയുള്ളൂ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം അത്രയും ദേഷ്യം ഉണ്ടാവില്ലേ. ഒരു സ്ഥാപനം നമ്മൾ നടത്തി കൊണ്ടുവന്ന് അതൊന്ന് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര പണിയുണ്ട്. നമ്മൾ ആൾക്കാരെ വെക്കുന്നത് എന്തിനാ? ചില ആൾക്കാരൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മിസ്റ്റേക്കാണ്, അത് തിരിഞ്ഞു നോക്കാതിരുന്നത് അവരെ മിസ്റ്റേക്കാണെന്ന് ഞാൻ വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ വിശ്വസിച്ചിട്ടല്ലേ, ശമ്പളം കൊടുത്തിട്ടല്ലേ 3 പേരെയും വെക്കുന്നത്. ആ ഒരു വിശ്വാസം അവർ കാണിക്കണ്ടേ? അവർ കാണിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ആയത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാറിയതാരാ? ആ കുട്ടികളും അതുപോലെ തന്നെ ഭർത്താക്കന്മാരും, പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ അച്ഛനും അമ്മയും കുടുംബങ്ങളിൽ വരെ ഇനി ഈറ്റങ്ങളെ കയറ്റരുതെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഇവറ്റകളെ 3 എണ്ണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണം. അത്രയും നികൃഷ്ട ജീവികളാണ്. പൈസ എടുത്തത് പോട്ടെ, കള്ളത്തരം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും കള്ളം ചെയ്യും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇറക്കിയിരിക്കുന്ന ഈ ഒരു പീഡന കേസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോകലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ജാതിക്കാടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകൾ വെറുക്കപ്പെടേണ്ടവർ തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇതൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം 4 ആൾ അറിയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ സൂക്ഷിക്കണേ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ലൈക്ക്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമൻറ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. നല്ല മഴയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. നന്ദി, നമസ്കാരം.